എന്നെ സമർപ്പിക്കുന്നു. നിൻ കയ്യിൽ ഞാൻ കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ 25 വർഷം കൂടുമ്പോഴും ജൂബിലി വർഷമായി സഭ ആചരിക്കാറുണ്ട്. 2000 ആണ്ട് ക്രൈസ്റ്റ് ഇയറായിട്ടാണ് സഭ ആഘോഷിച്ചത്. വീണ്ടും 2025 പ്രവേശിക്കുകയാണ്. അത് അടുത്ത ജൂബിലി വർഷമാണ്. ഫ്രാൻസിസ് പാപ്പ അതിൻ്റെ ഡേറ്റ് ഒക്കെ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഡിസംബർ 24 തുടങ്ങി 2026 ജനുവരി 6 വരെയാണ് ഈ ജൂബിലി ഇയർ. ഇങ്ങനെ ജൂബിലി ഇയറിലേക്കുള്ള ഒരു എടുത്തുവെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായി സഭ ആചരിക്കുകയും പുതിയ മാറ്റങ്ങൾ, നവീകരണം സഭയിൽ സംഭവിക്കണമെന്നൊക്കെ സഭ പ്രത്യാശിക്കുകയും ചെയ്യുന്ന നാളുകളാണ്. എൻ്റെ രൂപതയിലും അതുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ ചർച്ചകൾ നടന്നു. എങ്ങനെ ഒരു ജൂബിലി ഇയർ പ്രാദേശിക സഭയിൽ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായകമാക്കാം, സഭയുടെ നവീകരണത്തിന് വേണ്ടി എങ്ങനെ അതൊരു മുതൽക്കൂട്ടാക്കാം എന്നൊരു ചിന്ത കുറേ ചർച്ചകളിലൂടെ നടത്തുകയുണ്ടായി. ആ ചർച്ചകൾക്കിടയിൽ ഒരു വൈദികൻ പറഞ്ഞൊരു ടേം ഞാൻ വളരെ കൗതുകത്തോടെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ആ ടേം ഇങ്ങനെയായിരുന്നു: നമുക്കിനി ഒരു പാസ്റ്ററൽ ഓഡിറ്റിംഗ് വേണം. അത് ആദ്യമായി കേട്ടൊരു ടേമാണ്. അതെന്താണെന്ന് കുറച്ചും കൂടി അച്ഛൻ വിശദീകരിച്ചപ്പോഴാണ് നല്ലതാണെന്ന് തോന്നിയത്. സാധാരണഗതിയിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലായിടത്തും ഒരു ഓഡിറ്റിംഗ് നടക്കാറുണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കും, അക്കൗണ്ട് ഓഡിറ്റിംഗ് നടക്കും. ഇങ്ങനെ ഓഡിറ്റിംഗ് നടക്കുന്ന ഒരു പതിവുണ്ട്. വരവ് ചിലവുകളൊക്കെ കൃത്യമായി നോക്കിയാൽ നടക്കുന്നത് കൃത്യമാണോ എന്നൊക്കെ. അച്ഛൻ പറഞ്ഞൊരു പാസ്റ്ററൽ ഓഡിറ്റിംഗ് നമ്മുടെ ഇനി എല്ലാ ഇടവകളിലും നടത്തണം. ഒരു വർഷത്തിൽ എത്ര പേര് പള്ളിയിൽ വരുന്നു, എത്ര കുട്ടികൾ മതബോധനം പഠിക്കുന്നു, അവർ കൃത്യമായി വരുന്നുണ്ടോ, അവരുടെ വിശ്വാസ വളർച്ച എങ്ങനെയാണ്, മാതാപിതാക്കളുടെ വിശ്വാസം എങ്ങനെയുണ്ട്, അവർ കൂദാശകൾ സ്വീകരിക്കുന്നുണ്ടോ, കുടുംബ പ്രാർത്ഥന എത്ര കുടുംബങ്ങളുണ്ട്, അത് കൃത്യമായി നടക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിന് കാരണം എന്താണ്, പ്രായമാരുടെ വിശ്വാസ വളർച്ച, അവർക്ക് നൽകേണ്ട കൗദാശികപരമായ ഇടപെടലുകൾ, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ അച്ഛൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ ഓർമ്മപ്പെടുത്തലുകളൊക്കെ വളരെ കൗതുകമായി തോന്നി. ഇനി അങ്ങനൊരു ഓഡിറ്റിംഗ് നമ്മുടെ സഭയ്ക്ക് അത്യാവശ്യമാണ്. കാരണം ഇന്ന് കുറേ ആടുകൾ സഭയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. ഇനി ഒരു തലമുറയ്ക്ക് പഴയൊരു വിശ്വാസം ഉണ്ടാകുമോ എന്ന് വലിയൊരു ചോദ്യത്തിലേക്ക് നമുക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ചും കൂടി പാസ്റ്ററൽ കെയർ നൽകാനായിട്ട് ഓരോ ഇടയന്മാരും അവരവരുടെ ഇടവകളിൽ ഒരു പാസ്റ്ററൽ ഓഡിറ്റിംഗ് നടത്തണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ഈ ഒരു ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്തു പറയുന്നത്. ക്രിസ്തു നടത്തുമ്പോൾ വളരെ കുറവാണ്. കുറേ ആടുകളുണ്ട്, പക്ഷേ ഇടയന്മാർ കുറവാണ്. നമ്പർ അങ്ങ് ക്ലിയർ ആകുന്നില്ല, ടാലിയായി വരുന്നില്ല. ക്രിസ്തു ഓടി നടന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഓട്ടത്തിനിടയിലും നമ്പർ ടാലിയാകാത്തതുകൊണ്ട് ക്രിസ്തുവിന് അവരോട് അനുകമ്പ തോന്നി. അതുകൊണ്ട് അവൻ പെട്ടിട്ടുണ്ട്. പക്ഷേ ആടുകളിന്ന് പള്ളിയിലില്ല. ജനങ്ങൾ വിശ്വാസം കുറഞ്ഞു പോകുന്നുണ്ട്. ഒത്തിരിയേറെ യുവാക്കളിന്ന് പള്ളിയിൽ വരുന്നില്ല, സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇടയന്മാരല്ല, ആടുകളെ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ഇനി മുതൽ ഇടയന്മാർ കുറഞ്ഞതിനോർത്തല്ല സങ്കടപ്പെടേണ്ടത്, മറിച്ച് ആടുകൾ കുറഞ്ഞു പോയതിനോർത്താണ് സങ്കടപ്പെടേണ്ടത്. വിശ്വാസികൾ കുറഞ്ഞു പോയതിനോർത്താണ് നമുക്ക് സങ്കടപ്പെടേണ്ടത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ഒരു ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. നമ്പർ ടാലിയാകാതെ പോകുന്നതിനോർത്ത് ക്രിസ്തുവിൻ്റെ ഒരു സങ്കടം. അതേ ക്രിസ്തു 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഏറ്റവും സങ്കടത്തോടെ പറയുന്നത്, ഇടയന്മാരെന്ന് ഒട്ടനവധിയുണ്ട്, പക്ഷേ ആടുകൾ എവിടെ പോയി? വിളവധികം വേലക്കാരോ ചുരുക്കമെന്ന് പഠിപ്പിച്ച ക്രിസ്തു ഇനി തിരിച്ചു പറഞ്ഞെങ്കിലോ? വിളവൊക്കെ ഇന്ന് വളരെ കുറവാണ്, വേലക്കാരോ ഒത്തിരിയേറെ പേരുണ്ട്. ഇന്ന് സഭയ്ക്കാവശ്യം ഒത്തിരിയേറെ വിളവുകളാണ്. വിളവുകളൊക്കെ അന്നുണ്ടായിരുന്നു എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. ഇന്ന് ഒട്ടുമില്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളെ വെറുതെ ഒന്ന് എടുത്ത് നോക്കണം. നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നൊരു വിശ്വാസം ഇന്ന് നമുക്കുണ്ടോ? നമുക്കുള്ള വിശ്വാസം നാളെ നമ്മുടെ മക്കൾക്കുണ്ടാകുമോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്നെ നിൻ കയ്യിൽ നൽകിയിടുന്നു, സമ്പൂർണമായി എന്നെ മാറ്റേണമേ. എൻ പ്രാർത്ഥന ഒന്നു കേൾക്കേണമേ. നിൻ ഹിതമെന്നിൽ പൂർണ്ണമാകാൻ ഞാൻ എന്നെ നിൻ കയ്യിൽ നൽകിയിടുന്നു, സമ്പൂർണമായി എന്നെ മാറ്റേണമേ. എൻ പ്രാർത്ഥന ഒന്നു കേൾക്കേണമേ.
രക്തത്താൽ ശുദ്ധീകരിക്കണേ, നിൻ വചനത്താൽ നീതീകരിക്കണേ, നിൻ നീതിയാൽ സൗഖ്യമാക്കെന്നെ പൂർണ്ണമായി. എന്നെ കഴുകണേ നിൻ രക്തത്താൽ ശുദ്ധീകരിക്കണേ, നിൻ വചനത്താൽ നീതീകരിക്കണേ, നിൻ നീതിയാൽ സൗഖ്യമാക്കെന്നെ പൂർണ്ണമായി. എന്നെ സമർപ്പിക്കുന്നു നിൻ കയ്യിൽ ഞാൻ പൂർണ്ണമായി. എന്നെ നിറയ്ക്കണമേ, എന്നെ നിത്യവും നടത്തേണമേ. എന്നെ സമർപ്പിക്കുന്നു നിൻ കയ്യിൽ ഞാൻ പൂർണ്ണമായി. എന്നെ നിറയ്ക്കണമേ, എന്നെ നിത്യവും നടത്തേണമേ. നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. നിന്നാലോചനയാൽ നടത്തേണമേ, നിൻ ഹിതമെന്നിൽ പൂർണ്ണമാകാം. നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. നിന്നാലോചനയാൽ നടത്തേണമേ, നിൻ ഹിതമെന്നിൽ പൂർണ്ണമാകാം. എന്നെ സമർപ്പിക്കുന്നു നിൻ കയ്യിൽ ഞാൻ പൂർണ്ണമായി. എന്നെ നിറയ്ക്കണമേ, എന്നെ നിത്യവും നടത്തേണമേ.